ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. വ്യാഴാഴ്ച നടക്കുന്ന ബൈൻഡർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇത് 2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിലെ ആദ്യത്തെ 20 ചോദ്യങ്ങൾ ജനറൽ നോളജാണ്. ബാക്കി 21 മുതൽ 100 വരെയുള്ള 80 ചോദ്യങ്ങൾ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. അപ്പം ബൈൻഡർ എക്സാം ഉള്ളവർ ഇതിലെ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിക്കുക. അല്ലാത്തവർ ജനറൽ PSC എക്സാമൊക്കെ എഴുതുന്നവർ ഇതിലെ ആദ്യത്തെ 20 ചോദ്യങ്ങൾ, അതായത് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 4 മാത്രം. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്: ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു, തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം തുടങ്ങി, ഒരു സത്യപരീക്ഷയായിരുന്ന ശുചീന്ദ്രം പ്രത്യയം അഥവാ ശുചീന്ദ്രം കൈമുക്കൽ നിർത്തലാക്കി. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടു, തിരുവനന്തപുരത്ത് വാനനിരീക്ഷണ കേന്ദ്രം തുടങ്ങി, ഒരു സത്യപരീക്ഷയായിരുന്ന ശുചീന്ദ്രം പ്രത്യയം അഥവാ ശുചീന്ദ്രം കൈമുക്കൽ നിർത്തലാക്കി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്തതേത്? ഓപ്ഷൻ സി 2 മാത്രം. ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത്: ലാഹോർ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്: ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയായിരുന്നു, ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു, മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓർത്ത് വെച്ചോണം, സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയായിരുന്നു, ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു, മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി? ഓപ്ഷൻ സി കാവേരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കാവേരി. ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദമേഖലയിലേക്ക് വീശുന്ന കാറ്റ്? ഓപ്ഷൻ എ വാണിജ്യവാദങ്ങൾ. ഉഷ്ണമേഖല ഉയർന്ന മർദ്ദത്തിൽ നിന്ന് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് വാണിജ്യവാദങ്ങൾ. ഇന്ത്യയിലെ വിളകളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 1, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ വിളകളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഖാരിഫ് വിളയായ നെല്ലിന് എക്കൽ മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ് ഉള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്.
സർക്കാരിൻ്റെ ധനനയവുമായി ബന്ധം ഇല്ലാത്തതേത്? ഓപ്ഷൻ ഡി പൊതുവിതരണം. സർക്കാരിൻ്റെ ധനനയവുമായി ബന്ധമില്ലാത്തതേത്? പൊതുവിതരണം. സർക്കാരിൻ്റെ ധനനയവുമായി ബന്ധമുള്ളവയാണ് പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. സർക്കാരിൻ്റെ ധനനയവുമായി ബന്ധമുള്ളവ: പൊതുവരുമാനം, പൊതുചിലവ്, പൊതുകടം. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഓപ്ഷൻ സി 1ഉം 3ഉം ശരി. ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനയിൽ പുതുതായി 21A വകുപ്പ് കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 45-ാം വകുപ്പിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ശരിയായ പ്രസ്താവനകൾ: ഭരണഘടനയിൽ പുതുതായി 21A വകുപ്പ് കൂട്ടിച്ചേർത്തു. ഭരണഘടനയുടെ 45-ാം വകുപ്പിൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പേത്? ഓപ്ഷൻ ഡി 243A. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പേത്? 243A. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ സ്വയം തൊഴിൽ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന ശരണ്യ പദ്ധതി താഴെ പറയുന്നതിൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്വയം തൊഴിൽ. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. ശരിയായ പ്രസ്താവനകൾ: ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. നിലവിൽ വന്നത് 2013 മെയ് 15-ന്. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. നിലവിൽ വന്നത് 2013 മെയ് 15-ന്. താഴെ പറയുന്നവയിൽ ഒരു തൊഴിൽജന്യ രോഗം ഏത്? ഓപ്ഷൻ സി സിലിക്കോസിസ്. താഴെ പറയുന്നവയിൽ ഒരു തൊഴിൽജന്യ രോഗം ഏത്? സിലിക്കോസിസ്. നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ ഏതാണ്? ഓപ്ഷൻ ബി നീലവൃത്തം. നവംബർ 14 ലോക പ്രമേഹ ദിനം ആയി ആചരിക്കുന്നു. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ ഏതാണ്? നീലവൃത്തം. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തുവിനെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ്. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ച് മാസും ഭാരവും നിർണയിച്ച ഒരു വസ്തുവിനെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ്. വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഒരു ദർപ്പണത്തിൻ്റെ വക്രത ആരം 45 സെൻറ്റിമീറ്റർ ആയാൽ ദർപ്പണം ഏത് തരം? ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ ഡി കോൺകേവ് ദർപ്പണം. F = -22.5 സെൻറ്റിമീറ്റർ. വസ്തുവിനേക്കാൾ വലുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഒരു ദർപ്പണത്തിൻ്റെ വക്രത ആരം 45 സെൻറ്റിമീറ്റർ ആയാൽ ദർപ്പണം ഏത് തരം? ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? കോൺകേവ് ദർപ്പണം. ഫോക്കസ് ദൂരം -22.5 സെൻറ്റിമീറ്റർ. ഊതി വീർപ്പിച്ച ബലൂൺ അല്പനേരം വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം? ഓപ്ഷൻ ബി V is proportional to T, അതായത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഊതി വീർപ്പിച്ച ബലൂൺ അല്പനേരം വെയിലത്ത് വെച്ചാൽ പൊട്ടാൻ കാരണം V is proportional to T. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? ഓപ്ഷൻ സി ആൽനിക്കോ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ആൽനിക്കോ.
നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ ബി PC ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? PC ഗോപാലൻ. ഏത് കായിക താരത്തോടുള്ള ആദരസൂചകമായാണ് ഓഗസ്റ്റ് 29 ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി ധ്യാൻചന്ദ്. ഏത് കായിക താരത്തോടുള്ള ആദരസൂചകമായാണ് ഓഗസ്റ്റ് 29 ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ധ്യാൻചന്ദ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. താഴെ പറയുന്നതിൽ വോളട്ടൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി റാം. താഴെ പറയുന്നതിൽ വോളട്ടൈൽ മെമ്മറിക്ക് ഉദാഹരണം റാം. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICTയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഓപ്ഷൻ എ ഗവേണൻസ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICTയുടെ പൂർണ്ണ രൂപമാണ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICTയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ സൗകര്യപ്രദവും കാര്യക്ഷമവും സുതാര്യവുമായ രീതിയിൽ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഗവേണൻസ്. ഇനി 21 മുതൽ 100 വരെയുള്ള 80 ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നാണ്. ഒരു ബുക്കിൻ്റെ 3 വശങ്ങളും കവറിനൊപ്പം മുറിക്കുന്നതിന് പറയുന്ന പേര്? ഓപ്ഷൻ സി ഫ്ലഷ് കട്ട്. ഒരു ബുക്കിൻ്റെ 3 വശങ്ങളും കവറിനൊപ്പം മുറിക്കുന്നതിന് പറയുന്ന പേര് ഫ്ലഷ് കട്ട്. താഴെ പറയുന്നവയിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കാത്ത വസ്തു? ഓപ്ഷൻ ഡി നമ്പറിംഗ് മെഷീൻ. താഴെ പറയുന്നവയിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കാത്ത വസ്തു നമ്പറിംഗ് മെഷീൻ. താഴെ പറയുന്നവയിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ലെതർ, പശ, ഫോൾഡർ. അപ്പോൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന പശയിൽ തുരിശ് ചേർക്കുന്നത് എന്തിന്? ഓപ്ഷൻ എ ഫംഗസിനെ പ്രതിരോധിക്കാൻ. ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന പശയിൽ തുരിശ് ചേർക്കുന്നത് എന്തിന്? ഫംഗസിനെ പ്രതിരോധിക്കാൻ. എഡിഷൻ ബൈൻഡിങ്ങിൻ്റെ മറ്റൊരു പേര്? ഓപ്ഷൻ എ കേസ് ബൈൻഡിങ്. എഡിഷൻ ബൈൻഡിങ്ങിൻ്റെ മറ്റൊരു പേര് കേസ് ബൈൻഡിങ്. ക്രൗൺ പേപ്പറിൻ്റെ അളവ്? ഓപ്ഷൻ എ 20x15 ഇഞ്ച്. ക്രൗൺ പേപ്പറിൻ്റെ അളവ് 20x15 ഇഞ്ച്. സിഗ്നേച്ചറുകളെ ക്രമത്തിൽ അടുക്കുന്നതിന് പറയുന്ന പേര്? ഓപ്ഷൻ ബി ഗ്യാതറിംഗ്. സിഗ്നേച്ചറുകളെ ക്രമത്തിൽ അടുക്കുന്നതിന് പറയുന്ന പേര് ഗ്യാതറിംഗ്. പ്രിന്റിങ്ങും ബൈൻഡിങ്ങും കഴിഞ്ഞ് പൊതിഞ്ഞോ ബോക്സുകളിലാക്കിയോ കസ്റ്റമർക്ക് കൊടുക്കുന്ന രീതിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ ഡി പാക്കേജിങ്. പ്രിന്റിങ്ങും ബൈൻഡിങ്ങും കഴിഞ്ഞ് പൊതിഞ്ഞോ ബോക്സുകളിലാക്കിയോ കസ്റ്റമർക്ക് കൊടുക്കുന്ന രീതിക്ക് പറയുന്ന പേര് പാക്കേജിങ്. നിപ്പിംഗ് പ്രസിൻ്റെ ഉപയോഗം? ഓപ്ഷൻ ബി മടക്കിയ ഷീറ്റുകൾക്ക് മർദ്ദം കൊടുക്കാൻ. നിപ്പിംഗ് പ്രസിൻ്റെ ഉപയോഗം മടക്കിയ ഷീറ്റുകൾക്ക് മർദ്ദം കൊടുക്കാൻ. ബൈൻഡിങ്ങിൽ പേപ്പർ മടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഓപ്ഷൻ ബി ഫോൾഡർ. ബൈൻഡിങ്ങിൽ പേപ്പർ മടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫോൾഡർ. പേജുകൾ ബൈൻഡ് ചെയ്ത ബുക്കിൻ്റെ ഭാഗത്തിന് പറയുന്ന പേര്? ഓപ്ഷൻ സി സ്പൈന്. പേജുകൾ ബൈൻഡ് ചെയ്ത ബുക്കിൻ്റെ ഭാഗത്തിന് പറയുന്ന പേര് സ്പൈന്. ഒരു ഷീറ്റ് പേപ്പർ എത്ര തവണ മടക്കിയാലാണ് ഒക്ടാവോ സൈസ് കിട്ടുന്നത്? ഓപ്ഷൻ എ 3. ഒരു ഷീറ്റ് പേപ്പർ എത്ര തവണ മടക്കിയാലാണ് ഒക്ടാവോ സൈസ് കിട്ടുന്നത്? 3. പെർഫെക്റ്റ് ബൈൻഡിങ്ങിൽ പുറംചട്ടയ്ക്കായി ഉപയോഗിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി കാർഡ്. പെർഫെക്റ്റ് ബൈൻഡിങ്ങിൽ പുറംചട്ടയ്ക്കായി ഉപയോഗിക്കുന്നത് എന്താണ്? കാർഡ്. ബുക്കിൻ്റെ റെക്ടോ പേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ബി വലതുവശത്തെ പേജ്. ബുക്കിൻ്റെ റെക്ടോ പേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലതുവശത്തെ പേജ്. പേപ്പർ സ്റ്റോക്ക് സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര്? ഓപ്ഷൻ സി വെയർഹൗസ്. പേപ്പർ സ്റ്റോക്ക് സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് വെയർഹൗസ്. ബൈൻഡേഴ്സ് മാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സെക്ഷനുകൾ തെറ്റിപ്പോകാതിരിക്കാൻ. ബൈൻഡേഴ്സ് മാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെക്ഷനുകൾ തെറ്റിപ്പോകാതിരിക്കാൻ. ബോർഡുകളും കട്ടിയുള്ള കാർഡുകളും ശരിയായി മടക്കാൻ ചെയ്യുന്ന പ്രക്രിയ? ഓപ്ഷൻ സി സ്കോറിംഗ്.
ബോർഡറുകളും കട്ടിയുള്ള കാർഡുകളും ശരിയായി മടക്കാൻ ചെയ്യുന്ന പ്രക്രിയ സ്കോറിങ്. ബുക്ക് ബൈൻഡിങ്ങിൽ ഓവർകാസ്റ്റ് സ്യൂയിങ് ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നം. ഓപ്ഷൻ ബി, ബുക്ക് ഫ്രീ ആയി തുറക്കാനുള്ള അസൗകര്യം. ബുക്ക് ബൈൻഡിങ്ങിൽ ഓവർകാസ്റ്റ് സ്യൂയിങ് ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നം ബുക്ക് ഫ്രീ ആയി തുറക്കാനുള്ള അസൗകര്യം. A4 ഷീറ്റിൻ്റെ അളവ്. ഓപ്ഷൻ സി 210x297 mm. A4 ഷീറ്റിൻ്റെ അളവ് 210x297 mm. താഴെ പറയുന്നവയിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കാത്ത വസ്തു. ഓപ്ഷൻ സി ഫോർട്ട് ഡ്രൈനർ മെഷീൻ. താഴെ പറയുന്നവയിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കാത്ത വസ്തു ഫോർട്ട് ഡ്രൈനർ മെഷീൻ. താഴെ പറയുന്നതിൽ ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നീഡില്, പശ, കാലിക്കോ. ഓർത്ത് വെച്ചോണം, ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നീഡില്, പശ, കാലിക്കോ. സാധാരണ ഗുളികകളുടെ പാക്കേജിങ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ബ്ലിസ്റ്റർ പാക്കറ്റ്സ്. സാധാരണ ഗുളികകളുടെ പാക്കേജിങ് താഴെ പറയുന്നതിൽ ഏതാണ്? ബ്ലിസ്റ്റർ പാക്കറ്റ്സ്. പേപ്പറിൻ്റെ GSM എന്താണ്? ഓപ്ഷൻ എ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. പേപ്പറിൻ്റെ GSM എന്താണ്? ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. താഴെ പറയുന്നവയിൽ ലൈറ്റ് വെയ്റ്റ് പേപ്പർ ഏതാണ്? ഓപ്ഷൻ സി ബൈബിൾ പേപ്പർ. താഴെ പറയുന്നതിൽ ലൈറ്റ് വെയ്റ്റ് പേപ്പർ ഏതാണ്? ബൈബിൾ പേപ്പർ. കേസ് ബൈൻഡിങ്ങിൽ മടക്കിയ പേജുകളെ അമർത്തി ഇടയിലുള്ള വായു നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേര്. ഓപ്ഷൻ എ സ്മാഷിങ്. കേസ് ബൈൻഡിങ്ങിൽ മടക്കിയ പേജുകളെ അമർത്തി ഇടയിലുള്ള വായു നീക്കം ചെയ്യുന്നതിന് പറയുന്ന പേര് സ്മാഷിങ്. ഗ്യാദർ ചെയ്ത സെക്ഷനുകൾ ക്രമമായാണോ എന്ന് പരിശോധിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ സി കൊളേറ്റിംഗ്. ഗ്യാദർ ചെയ്ത സെക്ഷനുകൾ ക്രമമായി ആണോ എന്ന് പരിശോധിക്കുന്ന പ്രക്രിയ കൊളേറ്റിംഗ്. ലൈബ്രറി പുസ്തകങ്ങൾ ടേപ്പ് സ്യൂയിങ് ചെയ്യുമ്പോൾ അനായാസം തുറക്കാനും അടയ്ക്കാനുമായി സഹായിക്കുന്ന ഗ്രൂവിന് പറയുന്ന പേര്. ഓപ്ഷൻ ബി ഫ്രഞ്ച് ഗ്രൂവ്. ലൈബ്രറി പുസ്തകങ്ങൾ ടേപ്പ് സ്യൂയിങ് ചെയ്യുമ്പോൾ അനായാസം തുറക്കാനും അടയ്ക്കാനുമായി സഹായിക്കുന്ന ഗ്രൂവിന് പറയുന്ന പേര് ഫ്രഞ്ച് ഗ്രൂവ്. ബുക്കിൻ്റെ അരികു മോടിയാക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെ? ഓപ്ഷൻ എ കളറിങ്, സ്പ്രിംഗ്ലിങ്, മാർബിളിങ്. ബുക്കിൻ്റെ അരികു മോടിയാക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെ? കളറിങ്, സ്പ്രിംഗ്ലിങ്, മാർബിളിങ്. ബുക്ക് മാർക്കായി ബൈൻഡിങ് സമയത്ത് ലൈനിങ് പേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പ് ബുക്കിൻ്റെ പിറകുവശത്തുള്ള നിറമുള്ള കനം കുറഞ്ഞ ടേപ്പോ റിബണോ ഒട്ടിച്ചു ചേർക്കുന്നതിന് പറയുന്ന പേര്. ഓപ്ഷൻ സി ടാഗിങ്. ബുക്ക് മാർക്കായി ബൈൻഡിങ് സമയത്ത് ലൈനിങ് പേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പ് ബുക്കിൻ്റെ പിറകുവശത്ത് നിറമുള്ള കനം കുറഞ്ഞ ടേപ്പോ റിബണോ ഒട്ടിച്ചു ചേർക്കുന്നതിന് പറയുന്ന പേര് ടാഗിങ്. 1000 ഷീറ്റുകളുടെ ഭാരത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി എം വെയ്റ്റ്. 1000 ഷീറ്റുകളുടെ ഭാരത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? എം വെയ്റ്റ്. പേപ്പറിൻ്റെ ഒരേപോലെ അല്ലാത്ത വശങ്ങൾ മുറിക്കുന്നതിന് പറയുന്ന പേര്. ഓപ്ഷൻ എ ട്രിമ്മിങ്. പേപ്പറിൻ്റെ ഒരേപോലെ അല്ലാത്ത വശങ്ങൾ മുറിക്കുന്നതിന് പറയുന്ന പേര് ട്രിമ്മിങ്. ലൂസ് ലീഫ് ബൈൻഡിങ്ങിനൊരു ഉദാഹരണം. ഓപ്ഷൻ ഡി റിംഗ് ബൈൻഡിങ്. ലൂസ് ലീഫ് ബൈൻഡിങ്ങിനൊരു ഉദാഹരണം റിംഗ് ബൈൻഡിങ്. പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ എ സിലിക്ക. പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ പ്രധാന ഘടകം ഏത്? സിലിക്ക. മെറ്റൽ ഡൈ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന രീതി. ഓപ്ഷൻ ബി ഡൈ കട്ടിങ്. മെറ്റൽ ഡൈ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന രീതി ഡൈ കട്ടിങ്. 2 ഡൈകൾ ഉപയോഗിച്ച് ഒരു ഇമേജ് ഉയർന്ന രീതിയിലാക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ സി എംബോസിങ്. 2 ഡൈകൾ ഉപയോഗിച്ച് ഒരു ഇമേജ് ഉയർന്ന രീതിയിലാക്കുന്ന പ്രക്രിയ എംബോസിങ്. കേടുവന്ന പുസ്തകങ്ങൾ വീണ്ടും ബൈൻഡ് ചെയ്യാൻ കൂടുതലായി ഉപയോഗിക്കുന്ന തുന്നൽ രീതി. ഓപ്ഷൻ ഡി ഓവർകാസ്റ്റ് സ്യൂയിങ്. കേടുവന്ന പുസ്തകങ്ങൾ വീണ്ടും ബൈൻഡ് ചെയ്യാൻ കൂടുതലായി ഉപയോഗിക്കുന്ന തുന്നൽ രീതി ഓവർകാസ്റ്റ് സ്യൂയിങ്. ബുക്ക് ബൈൻഡിങ്ങിൽ ലെതർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ എ ബലത്തിനും ദീർഘകാല സംരക്ഷണത്തിനും. ബുക്ക് ബൈൻഡിങ്ങിൽ ലെതർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബലത്തിനും ദീർഘകാല സംരക്ഷണത്തിനും. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് ഒരു ബുക്കിനെയോ ഒന്നിലധികം ബുക്കുകളെയോ കവർ ചെയ്യുന്ന രീതി. ഓപ്ഷൻ സി ഷ്രിങ്ക് ട്രാപ്പ്.
കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് ഒരു ബുക്കിനെയോ ഒന്നിലധികം ബുക്കുകളെയോ കവർ ചെയ്യുന്ന രീതി ഷ്രിങ്ക് റാപ്പ്. ബൈൻഡിങ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഭാഗത്തിന് മുമ്പായും പിമ്പായും ഒട്ടിച്ചു ചേർക്കുന്ന ഷീറ്റിന് പറയുന്ന പേര്. ഓപ്ഷൻ ബി എൻഡ് പേപ്പർ. ബൈൻഡിങ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ഭാഗത്തിന് മുമ്പായും പിമ്പായും ഒട്ടിച്ചു ചേർക്കുന്ന ഷീറ്റിന് പറയുന്ന പേര് എൻഡ് പേപ്പർ. കാലിക്കോയോ തുണിയോ കൊണ്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന പുറംചട്ട ബുക്കിൽ ഒട്ടിക്കുന്ന രീതി. ഓപ്ഷൻ എ കേസിംഗ് ഇന്ന്. കാലിക്കോയോ തുണിയോ കൊണ്ട് പ്രത്യേകമായി തയ്യാറാക്കുന്ന പുറംചട്ട ബുക്കിൽ ഒട്ടിക്കുന്ന രീതി കേസിംഗ് ഇന്ന്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഏത് പാക്കേജിംഗ് രീതിയാണ് സ്വീകരിക്കുന്നത്? ഓപ്ഷൻ സി ബബിൾ റാപ്പ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ഏത് പാക്കേജിംഗ് രീതിയാണ് സ്വീകരിക്കുന്നത്? ബബിൾ റാപ്പ്. പേപ്പർ കൂട്ടമായി മുറിക്കാൻ ഉപയോഗിക്കുന്ന മെഷീന്. ഓപ്ഷൻ ഡി ഗില്ലറ്റിൻ കട്ടർ. പേപ്പർ കൂട്ടമായി മുറിക്കാൻ ഉപയോഗിക്കുന്ന മെഷീന് ഗില്ലറ്റിൻ കട്ടർ. സാധാരണ പേപ്പർ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്. ഓപ്ഷൻ എ സെല്ലുലോസ് ഫൈബർ. സാധാരണ പേപ്പർ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നത് ഡാഷ് ആണ്, സെല്ലുലോസ് ഫൈബർ. കോർഡ് സ്യൂയിങ് എന്നതിന് മറ്റൊരു പേര്. ഓപ്ഷൻ ബി സോണിൻ സ്യൂയിങ്. കോർഡ് സ്യൂയിങ് എന്നതിന് മറ്റൊരു പേര് സോണിൻ സ്യൂയിങ്. പേപ്പർ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഓപ്ഷൻ എ ഫോർഡ്രൈനർ മെഷീന്. പേപ്പർ നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഫോർഡ്രൈനർ മെഷീന്. റോളറുകൾക്കിടയിൽ കൂടി കടത്തിവിട്ട് പേപ്പറിന്റെ ഉപരിതലം മിനുസപ്പെടുത്തുന്ന പ്രക്രിയ. ഓപ്ഷൻ ഡി കലണ്ടറിങ്. റോളറുകൾക്കിടയിലൂടെ കടത്തിവിട്ട് പേപ്പറിന്റെ ഉപരിതലം മിനുസപ്പെടുത്തുന്ന പ്രക്രിയ കലണ്ടറിങ്. എന്താണ് TCF പേപ്പർ? ഓപ്ഷൻ എ ക്ലോറിൻ വിമുക്ത പേപ്പർ. എന്താണ് TCF പേപ്പർ? ക്ലോറിൻ വിമുക്ത പേപ്പർ. പുസ്തകത്തിന്റെ വശങ്ങൾ മുറിക്കുമ്പോൾ ഏതാണ് ആദ്യം മുറിക്കുക? ഓപ്ഷൻ ബി ഫോർ എഡ്ജ്. പുസ്തകത്തിന്റെ വശങ്ങൾ മുറിക്കുമ്പോൾ ഏതാണ് ആദ്യം മുറിക്കുക? ഫോർ എഡ്ജ്. ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേജുകൾ ചേർത്തുണ്ടാക്കുന്ന എൻഡ് പേപ്പർ. ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഒരു റീം എത്ര ഷീറ്റുകളാണ്? ഓപ്ഷൻ ഡി 500. ഒരു റീം എത്ര ഷീറ്റുകളാണ്? 500. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ്. തുന്നി കവറട്ട് ചെയ്യുന്ന ബൈൻഡിങ് ഓപ്പറേഷൻസിന് മുഴുവനായി പറയുന്ന പേര്. ഓപ്ഷൻ ഡി ഫോർവേഡിങ്. തുന്നി കവറട്ട് ചെയ്യുന്ന ബൈൻഡിങ് ഓപ്പറേഷൻസിന് മുഴുവനായി പറയുന്ന പേര് ഫോർവേഡിങ്. പുറംചട്ടകൾ ആകർഷകമാക്കാനായി മെറ്റാലിക് പ്രിന്റിംഗ് നടത്തുന്ന രീതിക്ക് പറയുന്ന പേര്. ഓപ്ഷൻ സി ഫോയിൽ സ്റ്റാമ്പിങ്. പുറംചട്ടകൾ ആകർഷകമാക്കാനായി മെറ്റാലിക് പ്രിന്റിംഗ് നടത്തുന്ന രീതിക്ക് പറയുന്ന പേര് ഫോയിൽ സ്റ്റാമ്പിങ്. താഴെ പറയുന്നതിൽ ഏതാണ് ട്യൂബ് കാർട്ടണിൽ പെടുന്നത്? ഓപ്ഷൻ ബി ഗ്ലൂ എൻഡ് കാർട്ടൺ. താഴെ പറയുന്നവയിൽ ഏതാണ് ട്യൂബ് കാർട്ടണിൽ പെടുന്നത്? ഗ്ലൂ എൻഡ് കാർട്ടൺ. വുഡ് ഫ്രീ പേപ്പർ എന്താണ്? ഓപ്ഷൻ ബി കെമിക്കൽ പൾപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്നത്. വുഡ് ഫ്രീ പേപ്പർ എന്താണ്? കെമിക്കൽ പൾപ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്നത്. മെഷീനിൽ ഉപയോഗിക്കുന്ന ഫോൾഡിംഗ് ഉപകരണം. ഓപ്ഷൻ എ ബക്കിൾ ഫോൾഡർ. മെഷീനിൽ ഉപയോഗിക്കുന്ന ഫോൾഡിംഗ് ഉപകരണം ബക്കിൾ ഫോൾഡർ. ഷിപ്പിംഗ് കർട്ടനുകൾക്ക് ഉപയോഗിക്കുന്ന വസ്തു. ഓപ്ഷൻ ഡി കൊറുഗേറ്റഡ് ബോർഡ്. ഷിപ്പിംഗ് കർട്ടനുകൾക്ക് ഉപയോഗിക്കുന്ന വസ്തു കൊറുഗേറ്റഡ് ബോർഡ്. STE ബോക്സ് എന്താണ്? ഓപ്ഷൻ സി സ്ട്രെയിറ്റ് ടക്ക് എൻഡ് ബോക്സ്. STE ബോക്സ് എന്താണ്? സ്ട്രെയിറ്റ് ടക്ക് എൻഡ് ബോക്സ്. പാക്കേജിങ്ങിനായി സാധാരണയായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ. ഓപ്ഷൻ എ അലൂമിനിയം ആൻഡ് ടിന്ന്. പാക്കേജിങ്ങിനായി സാധാരണയായി ഉപയോഗിക്കുന്ന ലോഹങ്ങൾ അലൂമിനിയം, ടിന്നും. താഴെ പറയുന്നവയിൽ പാക്കേജിങ്ങിന്റെ ധർമ്മം അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ഫാനിങ്. താഴെ പറയുന്നവയിൽ പാക്കേജിങ്ങിന്റെ ധർമ്മം അല്ലാത്തതേത്? ഫാനിങ്. താഴെ പറയുന്നവയിൽ പാക്കേജിങ്ങിന്റെ ധർമ്മങ്ങളാണ് വിൽപ്പന, ആകർഷണീയത, സംരക്ഷണം. അപ്പോൾ ഓർത്ത് വെച്ചോണം, താഴെ പറയുന്നവയിൽ പാക്കേജിങ്ങിന്റെ ധർമ്മങ്ങൾ വിൽപ്പന, ആകർഷണീയത, സംരക്ഷണം. എന്താണ് TCF പേപ്പർ?
ഓപ്ഷൻ സി ക്ലോറിൻ ഇല്ലാത്ത പേപ്പർ. എന്താണ് TCF പേപ്പർ? ക്ലോറിൻ ഇല്ലാത്ത പേപ്പർ. ഈ ചോദ്യം തന്നെ കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു, ഈ ചോദ്യപേപ്പർ തന്നെ. TCF പേപ്പർ, ക്ലോറിൻ ഇല്ലാത്ത പേപ്പർ. പേപ്പർ ഒട്ടിയിരിക്കാതിരിക്കാൻ തട്ടിയെടുക്കുന്ന രീതി. ഓപ്ഷൻ ബി ജോഗിങ്. പേപ്പർ ഒട്ടിയിരിക്കാതിരിക്കാൻ തട്ടിയെടുക്കുന്ന രീതി ജോഗിങ്. താഴെ പറയുന്നവയിൽ കോർഡ് ഉപയോഗിച്ച് സെക്ഷനുകൾ തുന്നുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ഡി ഫ്ലെക്സിബിൾ സ്യൂയിങ്. താഴെ പറയുന്നവയിൽ കോർഡ് ഉപയോഗിച്ച് സെക്ഷനുകൾ തുന്നുന്ന രീതി ഏതാണ്? ഫ്ലെക്സിബിൾ സ്യൂയിങ്. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി ബാക്കിങ്. ലെറ്റർ പ്രസ് ബൈൻഡിങ്ങിൽ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താണ് ബാക്കിങ്? പേപ്പർ ഉണ്ടാക്കുന്നത് സാധാരണ ഡാഷ് ഉപയോഗിച്ചാണ്. ഓപ്ഷൻ എ സെല്ലുലോസ് ഫൈബർ. പേപ്പർ ഉണ്ടാക്കുന്നത് സാധാരണ ഡാഷ് ഉപയോഗിച്ചാണ്, സെല്ലുലോസ് ഫൈബർ. ബൈൻഡിങ് സാമഗ്രികൾ അല്ലാത്തതേത്? ഓപ്ഷൻ ഡി ഫൗണ്ടൻ സൊല്യൂഷൻ. ബൈൻഡിങ് സാമഗ്രികൾ അല്ലാത്തത് ഫൗണ്ടൻ സൊല്യൂഷൻ. ബൈൻഡിങ് സാമഗ്രികളാണ് മാനില, കിച്ചൺ പേപ്പർ, സ്ട്രോ ബോർഡ്. ബൈൻഡിങ് സാമഗ്രികളാണ് മാനില, കിച്ചൺ പേപ്പർ, സ്ട്രോ ബോർഡ്. ബുക്കിന്റെ പ്രാധാന്യമനുസരിച്ച് അവയുടെ വക്കുകൾ അലങ്കരിക്കുന്ന രീതി. ഓപ്ഷൻ സി എഡ്ജ് ഡെക്കറേഷൻ. ബുക്കിന്റെ പ്രാധാന്യമനുസരിച്ച് അവയുടെ വക്കുകൾ അലങ്കരിക്കുന്ന രീതി എഡ്ജ് ഡെക്കറേഷൻ. സ്പൈനിൽ മാത്രം കാലിക്കോയും ബാക്കി ഭാഗത്ത് ഫാൻസി പേപ്പർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര്. ഓപ്ഷൻ സി ക്വാർട്ടർ ക്ലോത്ത്. സ്പൈനിൽ മാത്രം കാലിക്കോയും ബാക്കി ഭാഗത്ത് ഫാൻസി പേപ്പർ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് ക്വാർട്ടർ ക്ലോത്ത്. ഒരു പേപ്പറിന്റെ വീതി ഇരട്ടിച്ചാൽ ഡബിൾ എന്നും നീളവും വീതിയും ഇരട്ടിച്ചാൽ ഡാഷ് എന്നും പറയുന്നു. ഓപ്ഷൻ ബി ക്വാഡ്സ്. ഒരു പേപ്പറിന്റെ വീതി ഇരട്ടിച്ചാൽ ഡബിൾ എന്നും നീളവും വീതിയും ഇരട്ടിച്ചാൽ ഡാഷ് എന്നും പറയുന്നു. എന്താണ് ക്വാഡ്സ് എന്ന്? പേപ്പർ മടക്കുമ്പോൾ 2 ലീഫുകൾ വന്നാൽ അതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ഫോളിയോ. പേപ്പർ മടക്കുമ്പോൾ 2 ലീഫുകൾ വന്നാൽ അതിനെ ഫോളിയോ എന്ന് പറയുന്നു. സെക്ഷനുകൾ തമ്മിൽ യോജിക്കുന്ന നൂലുകൾക്കിടയിലൂടെ സൂചി കടത്തി കുരുക്കിട്ട് 2 കെട്ടുകൾ വീതം ഇടുന്ന രീതിക്ക് പറയുന്ന പേര്. ഓപ്ഷൻ ഡി കെറ്റിൽ സ്റ്റിച്ച്. സെക്ഷനുകൾ തമ്മിൽ യോജിക്കുന്ന നൂലുകൾക്കിടയിൽ സൂചി കടത്തി കുരുക്കിട്ട് 2 കെട്ടുകൾ വീതം ഇടുന്ന രീതിക്ക് പറയുന്ന പേര് കെറ്റിൽ സ്റ്റിച്ച്. കടലാസുകളിൽ വരയിടാനായി ഉപയോഗിക്കുന്ന മെഷീന്. ഓപ്ഷൻ സി റൂളിംഗ് മെഷീൻ. കടലാസുകളിൽ വരയിടാനായി ഉപയോഗിക്കുന്ന മെഷീന് റൂളിംഗ് മെഷീൻ. ടിക്കറ്റ്, രസീത് തുടങ്ങിയവയിൽ മുറിച്ചെടുക്കേണ്ട സ്ഥാനത്ത് ദ്വാരങ്ങൾ ഇടാനായി ഉപയോഗിക്കുന്ന മെഷീൻ. ഓപ്ഷൻ ഡി പെർഫോറേറ്റിംഗ് മെഷീന്. ടിക്കറ്റ്, രസീത് തുടങ്ങിയവയിൽ മുറിച്ചെടുക്കേണ്ട സ്ഥാനങ്ങൾ ദ്വാരങ്ങൾ ഇടാനായി ഉപയോഗിക്കുന്ന മെഷീൻ പെർഫോറേറ്റിംഗ് മെഷീന്. നല്ല ഇനം ബൈൻഡിങ്ങിനായി ഉപയോഗിക്കുന്ന ലെതർ ഏതാണ്? ഓപ്ഷൻ ഡി ആട്ടിൻ തുകല്. നല്ല ഇനം ബൈൻഡിങ്ങിനായി ഉപയോഗിക്കുന്ന ലെതർ ഏതാണ്? ആട്ടിൻ തുകല്. പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ട ദ്വാരങ്ങൾ ഇടാനായി ഉപയോഗിക്കുന്ന ലോഹനിർമ്മിത കൈപ്പിടിയോട് കൂടിയ ആണി. ഓപ്ഷൻ സി ബോട്ട്കിൻ. പുസ്തകങ്ങൾ തയ്ക്കുന്നതിന് വേണ്ട ദ്വാരങ്ങൾ ഇടാനായി ഉപയോഗിക്കുന്ന ലോഹനിർമ്മിതമായ കൈപ്പിടിയോട് കൂടിയ ആണി ബോട്ട്കിൻ. പേപ്പർ നിർമ്മാണ പ്രക്രിയയിൽ വാട്ടർമാർക്കുകൾ ചെയ്യുന്ന സിലിണ്ടർ. ഓപ്ഷൻ ഡി ഡാൻഡി റോള്. പേപ്പർ നിർമ്മാണ പ്രക്രിയയിൽ വാട്ടർമാർക്കുകൾ ചെയ്യുന്ന സിലിണ്ടർ ഡാൻഡി റോള്. അക്കൗണ്ട് ബുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേപ്പർ. ഓപ്ഷൻ ഡി ലെഡ്ജർ പേപ്പർ. അക്കൗണ്ട് ബുക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേപ്പർ ലെഡ്ജർ പേപ്പർ. തുന്നുന്നതിന് മുമ്പ് തയ്യൽ വരുന്ന ഭാഗത്തിനെ അടയാളപ്പെടുത്തുന്നതിന് പറയുന്ന പേര്. ഓപ്ഷൻ സി മാർക്കിംഗ് അപ്പ്. തുന്നുന്നതിന് മുമ്പ് തയ്യൽ വരുന്ന ഭാഗത്തിനെ അടയാളപ്പെടുത്തുന്നതിന് പറയുന്ന പേര് മാർക്കിംഗ് അപ്പ്. പുസ്തകം ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് പുസ്തകം ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അതേ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ പുസ്തകം ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി ഡമ്മി. പുസ്തകം ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് പുസ്തകം ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അതേ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചെറിയ പുസ്തകം ഡാഷ് എന്ന് അറിയപ്പെടുന്നു, ഡമ്മി. അടച്ചിട്ട ഷീറ്റിന് തിളക്കവും ഭംഗിയും വർദ്ധിപ്പിക്കുന്നതിനും തേയ്മാനത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനും ചെയ്യുന്ന പ്രവൃത്തി. ഓപ്ഷൻ ബി ലാമിനേഷൻ. അടച്ചിട്ട ഷീറ്റിന് തിളക്കവും ഭംഗിയും വർദ്ധിപ്പിക്കുന്നതിനും തേയ്മാനത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനും ചെയ്യുന്ന പ്രവൃത്തി ലാമിനേഷൻ.
ബൈൻഡ് ചെയ്ത ശേഷവും ഷീറ്റുകൾ ചേർക്കാനും നീക്കം ചെയ്യാനും കഴിയുന്ന ബൈൻഡിങ് രീതി. ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് കോംബ് ബൈൻഡിങ്. ബൈൻഡ് ചെയ്ത ശേഷവും ഷീറ്റുകൾ ചേർക്കാനും നീക്കം ചെയ്യാനും കഴിയുന്ന ബൈൻഡിങ് രീതി പ്ലാസ്റ്റിക് കോംബ് ബൈൻഡിങ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രിംഗ് റാപ്പിന് പകരമായി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന മെഷീൻ. ഓപ്ഷൻ എ ബാൻഡിങ് മെഷീൻ. സ്ട്രിംഗ് റാപ്പിന് പകരമായി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന മെഷീൻ ബാൻഡിങ് മെഷീൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്